ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ദോശയാണ്. ഈ ദോശയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ദോശ തയ്യാറാക്കുന്നതിന് 2 സ്പൂൺ ഉഴുന്ന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 2 സ്പൂൺ ഉഴുന്ന് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഈനോയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതൊന്നും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നാണ്. 2 സ്പൂൺ ഉഴുന്ന് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരി എടുത്തപ്പോൾ നമ്മൾ 2 സ്പൂൺ ഉഴുന്ന്, വലിയ സ്പൂണിന് 2 സ്പൂൺ, അതായത് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്. അപ്പോൾ അതാണ് ഞാൻ ഉഴുന്നൊക്കെ ഒന്ന് ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ മോള് വന്നിട്ട് അതെല്ലാം ഒന്ന് നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഉലുവയാണ്. ഇനി ഈ ഉലുവയും ഈ അരിയും ഉഴുന്നും എല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം. വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ 4-5 പ്രാവശ്യം നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അതാണ്ട് നമ്മുടെ അരിയും ഉഴുന്നും ഉലുവയും എല്ലാം കൂടി ചേർത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് 3-4 മണിക്കൂർ നമുക്കൊന്ന് കുതിരാനായിട്ടൊന്ന് വെക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അരിയും ഉഴുന്നും ഒക്കെ നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഈ വെള്ളത്തിലല്ല ഇത് അരച്ചെടുക്കുന്നത്. നമ്മളിത് അരച്ചെടുക്കാനായിട്ട് എടുക്കുന്ന വെള്ളം തേങ്ങാവെള്ളമാണ്. 1 ദിവസം പഴക്കമുള്ള തേങ്ങാവെള്ളമാണിത്. ഈ തേങ്ങാവെള്ളം നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് വെളിയിൽ വെച്ചിരുന്നാൽ മതി, ഫ്രിഡ്ജിലെങ്ങും വെക്കേണ്ട ആവശ്യമില്ല. 1 ദിവസം പഴക്കമുള്ള വെള്ളം എടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ആ മാവ് നല്ല ഫെർമെൻ്റായി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വെള്ളം ചേർത്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരി കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാണ്ട് ഈ അരയ്ക്കുന്ന സമയത്ത് ഞാനൊരു 4-5 ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചുവന്നുള്ളിയും കൂടി ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ദോശയ്ക്ക്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, നമ്മുടെ ദോശയ്ക്ക് മധുരം വരരുത്. മാവൊന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളത്തിൽ ചേർത്ത് അങ്ങനെ വെച്ചിരുന്ന് നമ്മൾ ആ തേങ്ങാവെള്ളം ഉപയോഗിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങാവെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ അരിയിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് കുറേശ്ശെ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ദാണ്ട അരിയെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ടൈറ്റ് ആയി പോകരുത്, കുറച്ച് ലൂസായിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് വെക്കുക. നമ്മൾ മാവ് അരച്ച് വെക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ഉപ്പ് ചേർത്ത് വെക്കുകയാണ്. രാവിലെ ഒന്നും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിത് വൈകിട്ടാണ് ഈ മാവ് അരച്ച് വെക്കുന്നത്. നമുക്ക് പിറ്റേ ദിവസം രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് രാവിലെ ഈ മാവ് എന്തായിട്ട് വരുമെന്ന് നോക്കാം. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം മാവ് അരച്ച് വെച്ചത് ഒരു ചെറിയ പാത്രത്തിലായിരുന്നു. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഞാനത് അരച്ച് വെച്ചത്. വൈകിട്ട് രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വന്ന് നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും എന്തായാലും അത് പുറത്തു പോകും. അതുകൊണ്ട് ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് പതുക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇളക്കി ചേർത്തൊന്നുമില്ല, പതുക്കെ തന്നെ മാവ് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മൾ ഇതിനകത്ത് 2 സ്പൂൺ ഉഴുന്നും അതുപോലെ ആ തേങ്ങാവെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ.
അല്ലാതെ ഈസ്റ്റോ ഈനോയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മളിതിൽ ചേർത്തിട്ടില്ല. എന്നിട്ട് തന്നെ നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇനി പതുക്കെ ഒന്ന് ഇളക്കി ചേർത്ത് എടുക്കാം. ഒരുപാട് നമ്മൾ ഇളക്കരുത്, ഒരുപാടിട്ട് ഇളക്കിയിട്ട് ഈ പത നമ്മൾ കളയരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ടിപ്പ് കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. നമ്മൾ ഈ വെളിച്ചെണ്ണ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ആ ദോശയ്ക്ക്. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം. ഒരുപാട് നമ്മൾ ഇളക്കരുത് കേട്ടോ, ജസ്റ്റ് ആ വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാവൂ. ദോശ ചുടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഇരുമ്പിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കണം. പാൻ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു തവി മാവ് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് നമ്മൾ തവയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് കൂട്ടിയിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തന്നെ ബബിൾസ് വരത്തുള്ളൂ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കുകയും വേണം. ഇതാ കണ്ടില്ലേ, ബബിൾസ് വരുന്നത് കണ്ടില്ലേ. പിന്നെ ഈ ദോശ നമ്മൾ തിരിച്ചിടുന്നില്ല കേട്ടോ. ഇതുപോലെ ബബിൾസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ കണ്ട ഇതേ രീതിയിലൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ 2 തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 തേങ്ങയുടെ വെള്ളമൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് ആ വെള്ളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം നമ്മളതെടുത്ത് വെളിയിൽ വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ദാണ്ട ഞാനത് തുറന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ദോശ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ബബിൾസ് ഒക്കെ ആയിട്ടാണ് ദോശ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്തതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ആ ദോശയുടെ അപ്പത്തിൻ്റെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. ദാണ്ട ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബബിൾസ് ഒക്കെ വരുന്നത് കണ്ടില്ലേ. ഈ ബബിൾസ് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് തിരിച്ചിട്ട് കൊടുക്കാത്തത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വളരെ കുറച്ച് ഉഴുന്ന് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ദോശയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ദോശ കിട്ടിയിരിക്കുന്നത്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.